ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. കായും അതുമാതിരി ചേനയും ചേർത്തിട്ടുള്ള കൂട്ടുകറിയാണ്. പല രീതിയിൽ കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സദ്യ സ്പെഷ്യലായിട്ടുള്ളൊരു കൂട്ടുകറിയാണ്. കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം കറുത്ത കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കായും ചേനയുമാണ്. എല്ലാം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് വേവുള്ള ചേനയാണെങ്കിൽ ആദ്യമേ ഒന്ന് വേവിക്കണം കേട്ടോ, അല്ലാതെ ഒന്നിച്ചിട്ട് ചിലപ്പോൾ വെന്ത് കിട്ടത്തില്ല. പച്ചക്കായും ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് ചെറുതും ആക്കരുത്, ഒരുപാട് വലുതും ആക്കരുത് കഷ്ണങ്ങൾ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാൻ നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവരുത്, ഉടഞ്ഞു പോകുന്ന പരുവാവരുത്. എന്നാൽ നല്ലപോലെ വെന്തും കിട്ടണം. ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് പ്രഷർ പോകാൻ വെച്ചിട്ട് തുറന്നെടുത്തപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയിരുന്നു. ചില കുക്കറും ചേന അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോവരുത്. നമ്മളുടെ പച്ചക്കറികളൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, കടലയൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവാവരുത്. ജസ്റ്റ് അത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുക്കായി കിട്ടണം. ആ ഒരു പരുവേ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് തേങ്ങ ചതച്ചെടുക്കേണ്ടത്. നമ്മളുടെ അവിയലിന് ചതയ്ക്കുന്നതിനേലും ഒരു പൊടിക്ക് ചതഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതപ്പോൾ ഞാൻ വേവിച്ച പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറി വേവിക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം തേങ്ങയും ഈ പച്ചക്കറികളും കൂടി നല്ലതുപോലെ മിക്സായി കിട്ടും. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ലപോലെ ഒന്ന് തീ കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. കാരണം ഒന്നും വേവാനില്ല. ഇത് ജസ്റ്റ് ആ പച്ചമണം ഒന്ന് പോയാൽ മതി ആ അരപ്പിൻ്റെ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയാലും മതി. അങ്ങനെ അത്രയും മതി. അപ്പോൾ അതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുമ്പോൾ ഉപ്പ് കുറവൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളുടെ കൂട്ടുകറിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറവിടുമ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കണം എന്നുള്ളതാണ്. അതാണ് ഈ കൂട്ടുകറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലത്തെയൊക്കെ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അല്ലാതെ വേറെ എന്ത് ഉപയോഗിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ അരച്ചേക്കണേൻ്റെ പേരിൽ ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇപ്പോൾ കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളകും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകും വരെ വറുത്ത് വെച്ചേക്കാണ്. നമ്മൾ ഇങ്ങനെ തേങ്ങ വറുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇറച്ചിക്കറി വെക്കണമെങ്കിലും വറുത്തരച്ച സാമ്പാർ വെക്കണമെങ്കിലും എല്ലാം ഈ തേങ്ങ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് മസാല ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ചേർത്തിട്ട് അടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. കറികൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് പലരും കരുതുന്ന കൂട്ടുകറി തയ്യാറാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. അങ്ങനെയല്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. മോരുകറിയുടെയും അതുമാതിരി മാങ്ങാച്ചാറിൻ്റെയൊക്കെ കൂടെ സദ്യയിൽ അല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇടയ്ക്കൊക്കെ വീടുകളിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ കൂട്ടുകറി. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഓണം നല്ലൊരു പൊന്നോണം ആയിരിക്കട്ടെ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.